നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ ഏതൊക്കെ ഈ വരും ദിവസങ്ങളിൽ എത്രത്തോളമാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് മുൻകരുതലുകളും ജാഗ്രതയും ആവശ്യമായിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുണ്ടാകും. നമുക്ക് കോഴിക്കോട്ടെ വിവരങ്ങൾ നോക്കണം. അവിടെ മുക്കത്തെ മഴ, കക്കയത്തെ ഉരുൾപൊട്ടൽ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നുണ്ടാകും. തൃശൂർ നഗരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കനത്ത മഴയിൽ തൃശൂർ നഗരം ഏതാണ്ട് അതിന്റെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. അവിടുത്തെ മഴക്കെടുതികൾ രൂക്ഷമാണ്. അവിടെ അശ്വിനി ആശുപത്രി വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു. സൂരജ് സജി ആയിരിക്കും അവിടെ നിന്നും റിപ്പോർട്ടുകൾ തയ്യാറാക്കി നൽകുക. കൊച്ചിയിലെ മഴക്കെടുതിയും വെള്ളക്കെട്ടും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ എസ് ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി നൽകും. നമുക്ക് ആദ്യം പോകാം തിരുവനന്തപുരത്തേക്ക്. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അഖിൽ, ഈ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ 2-3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ കാറ്റൊക്കെയുള്ള മഴയുണ്ടാകും എന്നാണല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ്, അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഏറ്റവും പ്രധാനമായും 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ഇന്ന് രാവിലെ മുതൽ ഈ പറയുന്ന നാശനഷ്ടങ്ങളുടെയൊക്കെ വാർത്ത തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴയാണ് രാവിലെ മുതൽ പെയ്തിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 3 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ട് എന്ന് വെച്ചാൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇന്ന് ഈ 3 ജില്ലകളിലും ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ റെഡ് അലർട്ട് നിലനിൽക്കെ തന്നെ ഈ ജില്ലകളിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും അതുപോലെ തന്നെ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ട കാഴ്ചകൾ. അതായത് വലിയ നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉണ്ടാകുന്നതോടൊപ്പം വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ഇന്ന് രാവിലെ മുതൽ തന്നെയുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു അലർട്ടാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതാ മേഖലകളിൽ, ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം കൃത്യമായി, അത് പകൽ സമയത്താണെങ്കിൽ പോലും കൃത്യമായി ഈ അപകട സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തീരദേശത്ത് കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ട്. കടലിൽ കാലാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രതരായിരിക്കുക. ഈ കടലാക്രമണത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതരായിരിക്കുക. ഒപ്പം ഈ മലയോര മേഖലകളിലും അതുപോലെ തന്നെ പ്രശ്നബാധിത സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജില്ലകളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമായിട്ടുണ്ടോ അഖിൽ ഷാ? കാരണം ഇനിയിപ്പോഴും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണല്ലോ റെഡ് അലേർട്ട് നൽകുന്ന സൂചന. അപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ ആവശ്യമാണോ ഈ പ്രദേശങ്ങളിൽ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും. അതായത് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച 3 ജില്ലകളിലും അത് അതിതീവ്ര മഴ പെയ്യാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വളരെ വ്യക്തവും അതുപോലെ തന്നെ വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകണം. അതോടൊപ്പം തന്നെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഈ പറയുന്ന മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഈ കുന്നിടിയുന്ന സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇവിടങ്ങളിൽ നിന്നൊക്കെ കർശനമായി മാറി താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് കൃത്യമായി അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയതാണ്. ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിൽ കൂടുതൽ ജാഗ്രത വേണം. കൃത്യമായി അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ശരി, കടുത്ത ജാഗ്രത ആവശ്യമാണ്. കനത്ത ജാഗ്രതയും സുരക്ഷാ മുൻകരുതലുകളും ഒക്കെ ആവശ്യമാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വേനൽ മഴയുടെ തോത്
നോക്കിയാൽ തന്നെ സംസ്ഥാനത്ത് 39% അധികം മഴ പെയ്തിട്ടുണ്ട്. മാർച്ച് 1 മുതൽ മെയ് 31 വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരൊറ്റ മഴയ്ക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിൽ പ്രതിസന്ധി രൂപപ്പെടുന്ന തരത്തിലാണ് നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നഗര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപോലെ മഴ ദുരിതം വിതയ്ക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് സ്വാഭാവികമായും അത് ഒഴിവാക്കപ്പെടാൻ കഴിയുന്നതായിരുന്നു. കാരണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ, ഓടകൾ കൃത്യമായി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതുണ്ടായില്ല. അതിൻ്റെ പിഴവ് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട് മുക്കത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. കക്കയത്ത് ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകാനുണ്ട്. അഭിജിത്ത്, മുക്കത്തെ മഴ അത് എത്രത്തോളം ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്? കക്കയത്ത് ഉരുൾപൊട്ടലിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് ജില്ലയിലെ അവസ്ഥ? ഗോപി, കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതിതീവ്രമായ മഴയ്ക്കുള്ളൊരു സാധ്യത കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ മുക്കത്ത് ഉച്ച കഴിഞ്ഞ് ഇടിയോടുകൂടിയ ശക്തമായ മഴയുണ്ട്. അതായത് കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം മുക്കം, കൂടരഞ്ഞി മേഖലകളിലൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അവിടെ ഈ ഇരുവഞ്ഞിപ്പുഴയൊക്കെ ഉള്ളതാണ്. പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറിയാൽ അത് അവിടെയുള്ള ജനജീവിതത്തെ ദുസ്സഹമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോഴിക്കോട് നഗരത്തിൽ നേരത്തെ വരെ ഈ കാർമേഘങ്ങൾ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. കടുത്തൊരു മഴ തന്നെ നഗരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് നഗരപ്രദേശങ്ങളിലുള്ളത്. മലയോര മേഖലയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ. ഏതായാലും റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ഒരു ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത്? ഗോപി, പ്രധാനമായും ഈ മലയോര മേഖലയിലുള്ളവർ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രശ്നം ഈ മഴക്കാലം തുടങ്ങിയാൽ അനുഭവിക്കാറുള്ളത്. കാരണം ഒന്നാമത് ഈ മലയോര മേഖലയിലെ മണ്ണിടിച്ചിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കക്കയത്ത് മണ്ണൊലിപ്പുണ്ടായത്, മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽ മുജീബ് എന്ന് പറഞ്ഞ ആളുടെ കോഴി ഫാം അപ്പാടെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 50ഓളം കവുങ്ങുകൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ മലയോര പ്രദേശങ്ങളിലുള്ളവർക്ക് മണ്ണിടിച്ചിലിന്റെ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം പുഴകൾ കരകവിഞ്ഞൊഴുകുമ്പോൾ ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. കൂടാതെ ഇടിമിന്നൽ, വലിയ രീതിയിലുള്ള ഒരു ഇടിമിന്നൽ കൂടി കോഴിക്കോട് നഗരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയം മുൻപ് വരെ ഇടിയോടുകൂടി ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. 2 ദിവസം മുൻപാണ് കോഴിക്കോട് ബീച്ചിന് സമീപത്ത് വെച്ച് 8ഓളം പേർക്ക് ഇടിമിന്നലേറ്റ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. പക്ഷേ നഗരമേഖലയിൽ മഴ ആ ഒരു രീതിയിലേക്ക്, കടുത്ത രീതിയിലുള്ള ഒരു മഴയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. ഗോപി, ശരി. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് മഴ ദുരിതം വിതച്ച പ്രദേശങ്ങളിൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു അഭിജിത്ത് നൽകിയത്. മുക്കത്ത് ശക്തമായ മഴയുണ്ടായി, കക്കയത്ത് ഉരുൾപൊട്ടലുണ്ടായി. ഈ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുഴ കരകവിഞ്ഞൊഴുകുന്നു എന്നത് തീരപ്രദേശത്ത് കഴിയുന്നവരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകണം. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ജനങ്ങൾ ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മാറി താമസിക്കേണ്ടതാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അവിടെ ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇന്നൊരു പക്ഷേ ഏറ്റവും ശക്തമായ മഴ ഉണ്ടായത് തൃശ്ശൂർ ജില്ലയിലാണ്. മണിക്കൂറുകളോളം, ചാലക്കുടിയിൽ ഏതാണ്ട് 1.25 മണിക്കൂറിൽ പെയ്തത് 69 mm മഴയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായ സാഹചര്യമുണ്ടായി. അവിടെ അശ്വിനി ആശുപത്രി, ഇത് 2ാം തവണയാണ് അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറുന്നത്. നമുക്കറിയാം, ആശുപത്രികളിൽ വെള്ളം കയറുമ്പോൾ അത് രോഗികൾക്ക് എത്രത്തോളം ദുരിതമുണ്ടാക്കും എന്നുള്ളത്. അവിടെ ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഇതിനു മുൻപ് വെള്ളം കയറിയപ്പോൾ ഉണ്ടായതാണ്. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സൂരജ്, തൃശ്ശൂർ നഗരത്തിൽ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു. അവിടെ നഗരപ്രദേശങ്ങളിലുള്ളവർ എത്രത്തോളം കനത്ത ദുരിതമാണ് അനുഭവിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ഇന്നുണ്ടായത്? ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? ഏതൊക്കെ പ്രദേശങ്ങളിൽ?
ഗോപികൃഷ്ണൻ, ഇന്ന് 11 മണിയോടുകൂടി തൃശൂർ നഗരത്തിലെ മഴ ശമിച്ചതാണ്. അതിനുശേഷം മഴ പെയ്തിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ നഗരത്തിലെ മിഷൻ ക്വാർട്ടേഴ്സിലാണ്. അവിടുത്തെ സ്ഥിതിയാണതാ നമ്മളിപ്പോഴും കാണുന്നത്. ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടില്ല. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം എത്രത്തോളം വെള്ളം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ റോഡ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. ഇവിടെയുള്ള ഈ പ്രായമായ ആളുകളെ എല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പെയ്ത മഴയിൽ ഇത് തന്നെയാണ് സ്ഥിതി. പെട്ടെന്ന്, അതായത് മണിക്കൂറുകൾ മാത്രം നീളുന്ന മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അത് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 3 കോടിയുടെ നാശനഷ്ടമാണ് ആ ആശുപത്രിയിൽ ഉണ്ടായത്. പിന്നീട് അതിനുശേഷമാണ് ഇന്നും വീണ്ടും ഇത്തരത്തിൽ സമാനമായ ഒരു സാഹചര്യം ആ മേഖലയിൽ ഉണ്ടായത്. അശ്വിനി ആശുപത്രി മാത്രമല്ല, സമീപത്തെ വീടുകളിലും കടകളിലും എല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വടക്കേ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് സമീപത്ത് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതോടൊപ്പം തന്നെ അവിടെയുള്ള വീടുകളിലേക്ക് വെള്ളം കയറി. ശക്തൻ ബസ് സ്റ്റാൻഡ് വെള്ളത്തിലായി, വടക്കേ ബസ് സ്റ്റാൻഡ് വെള്ളത്തിലായി, റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലായി. അതിനിടയിൽ ഈ ഒല്ലൂരിനും പുതുക്കാടിനും ഇടയിൽ മണ്ണിടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 4 ട്രെയിനുകൾ പിടിച്ചിട്ടു. അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരം ഇന്ന് ഈ ദുരിതപ്പെയ്ത്തിൽ അമർന്നു എന്ന് വേണം പറയാൻ. നഗരത്തിന്റെ പ്രതിസന്ധി ഇപ്പോഴും മാറിയിട്ടില്ല. അതിന്റെ നേർ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന മിഷൻ ക്വാർട്ടേഴ്സിൽ പോലും ഇപ്പോഴും വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഈ നാടിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന കാരണം. ഈ കൈത്തോടുകൾ അടക്കം ഇപ്പോഴും ഈ ശുചീകരിച്ചിട്ടുള്ള പോളപ്പായലുകൾ അടക്കം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലെ കാനകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഈ തോട്ടിലേക്ക് എത്തിയാൽ അത് ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തെ സംബന്ധിച്ച് ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ഇനി റൂറൽ ഏരിയകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ചാലക്കുടിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും KSRTC ബസ് സ്റ്റാൻഡും റെയിൽവേ അടിപ്പാതയും എല്ലാം തന്നെ മുങ്ങി. നേരത്തെയും ഈ റെയിൽവേ അടിപ്പാതയിലെ വെള്ളത്തെ സംബന്ധിച്ചുള്ള ഈ അശാസ്ത്രീയ നിർമ്മാണം സംബന്ധിച്ച് നേരത്തെയും പരാതികൾ ഉയർന്നതാണ്. ഒരു ഓസ് ഇട്ട് ഇതിന്റെ പുഴയിലേക്ക്, ചാലക്കുടി പുഴയിലേക്ക് ഈ വെള്ളം ഒഴുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം അവിടെ ശാസ്ത്രീയമായി ഈ വെള്ളം ഒഴുക്കിക്കളഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ചാലക്കുടിയിൽ പെയ്ത മഴയുടെ അളവ് വളരെ കൂടുതലാണ്. കുന്നംകുളത്തും ഈ ആശുപത്രിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ തൃശൂർ ജില്ലയിൽ 2 ആശുപത്രിയിലാണ് ഈ വെള്ളം കയറിയത്. അതോടൊപ്പം തന്നെ 2 ഇടിമിന്നൽ മരണം റിപ്പോർട്ട് ചെയ്തു. ഒന്ന് വരവൂരിലാണ്. വരവൂരിൽ ഗണേഷ് എന്ന് പറയുന്ന ആളാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഇന്ന് ഈ തറവാട്ട് വീട്ടിലെത്തിയതായിരുന്നു ഗണേഷ്. അവിടെ അമ്മയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നതും പെട്ടെന്ന് ഗണേഷ് പുറകിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് എത്തിച്ചെങ്കിലും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ വലപ്പാട് കോതകുളം സ്വദേശി നിമിഷയ്ക്കും ഇടിമിന്നലേറ്റു. വീട്ടിന് പുറത്തെ കുളിമുറിയിൽ കുളിക്കുന്നതിനിടയിലാണ് നിമിഷയ്ക്ക് ഇടിമിന്നൽ ഏൽക്കുന്നത്. വീടിന്റെ ഈ കോൺക്രീറ്റ് ബീമുകളിലടക്കം വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നിമിഷയും ദയ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും നിമിഷയും അതിനോടകം മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇടിമിന്നലേറ്റ് 2 മരണവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ റൂറൽ പരിധിയിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അത് ഈ വലപ്പാട് മേഖലയിലാണെങ്കിലും തീരദേശ മേഖലയിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും തൃശൂർ നഗരത്തിൽ വലിയ പ്രതിസന്ധി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇനിയും വൈകുന്നേരത്തോടു കൂടി റെഡ് അലേർട്ടാണ് നിൽക്കുന്നത്. മഴ കനക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നഗരം പോകും എന്നുള്ളതാണ് ഇവിടത്തുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗോപികൃഷ്ണൻ. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിൽ ഇപ്പോൾ സൂരജ് നിൽക്കുന്ന ഇടങ്ങൾ നമുക്ക് കാണാം. ഈ ജനവാസ മേഖലയിലൊക്കെ തന്നെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. മാത്രമല്ല ഇനി ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലെ നഗരവാസികളെ സംബന്ധിച്ച് അതൊരു പുതിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സൂരജ് നൽകുന്ന വിവരം. മാത്രമല്ല അശ്വിനി ആശുപത്രിയിൽ ഒരാഴ്ച മുൻപ് വെള്ളം കയറി കോടികളുടെ നാശനഷ്ടം ഉണ്ടായതാണ്. ഇപ്പോൾ വീണ്ടും അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയിരിക്കുന്നു. ദുരിത ജീവിതമാണ് തൃശൂർ നഗരത്തിൽ ഇപ്പോൾ മഴ പെയ്തതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത് എന്നാണ് സൂരജിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. കൊച്ചിയിൽ ഒരൊറ്റ മഴയിൽ തന്നെ കൊച്ചി വെള്ളക്കെട്ട് ആയി മാറുന്ന സാഹചര്യം കൊച്ചി നഗരത്തെ സംബന്ധിച്ചുണ്ട്. 2 ദിവസം മുൻപ് നമ്മളത് കണ്ടതാണ്. ഇപ്പോഴും കൊച്ചിയിൽ നിലനിൽക്കുന്ന ഒരു ഭീഷണി, ഓടകളൊക്കെ ശുചീകരിക്കപ്പെടാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒരു അതിശക്തമായ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്നാൽ കൊച്ചിയിലെ നഗരപ്രദേശങ്ങൾ വെള്ളത്തിലാകുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് ഇടപ്പള്ളി, കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ തന്നെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കൊച്ചിയിലെ സാഹചര്യം നമ്മൾ 2 ദിവസം മുൻപ് കണ്ടതാണ്. ഒരൊറ്റ മഴ കൊണ്ട് തന്നെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ വെള്ളത്തിലായി, ഗതാഗത തടസ്സമുണ്ടായി, വീടുകളിൽ വെള്ളം കയറി, ആളുകളെ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. കൊച്ചിയിൽ ഇന്ന് മഴ ഉണ്ടായിരുന്നോ? ഇന്നത്തെ സാഹചര്യം എന്താണ്?
കോവിഡ് ഇന്ന് വലിയ ആശ്വാസത്തിന്റെ ദിവസമാണ്. അതായത് കൊച്ചിയിൽ രാത്രിയിലും ഇന്ന് രാവിലെയും കുറച്ചു സമയവും മഴ പെയ്തതൊഴിച്ചാൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ആലുവയിൽ ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള കാര്യം നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കമ്പനിപ്പടി റെയിൽവേ തുരങ്കത്തിൽ 2.5 മീറ്ററോളം വെള്ളം കയറി ആ റെയിൽവേ തുരങ്കം വഴിയുള്ള ഗതാഗതം നിർത്തിവെക്കേണ്ടതായ സാഹചര്യം വന്നു. റെയിൽവേയുടെ നേതൃത്വത്തിൽ മോട്ടോർ അടിച്ച് വെള്ളം പുറത്തേക്ക് കളഞ്ഞെങ്കിലും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴവിടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ചൂർണിക്കരയുടെ ഗ്യാരേജ്, പള്ളിക്കവല എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു രാവിലെ. ചെങ്ങമനാട്, കോട്ടായി, ഗാന്ധി ഗ്രാമത്തിന് സമീപത്തെ ഇടറോഡുകളിലും മറ്റും രൂക്ഷമായ വെള്ളക്കെട്ട് ഇന്നും അനുഭവപ്പെട്ടു. ചൂർണിക്കര, ഉളിയന്നൂർ, തുരുത്ത് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലമാണ്. നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ആശ്വാസത്തിന്റെ ദിവസമാണ്. എങ്ങും തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പശ്ചിമ കൊച്ചിയിൽ ചില വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു വേലിയേറ്റമൊക്കെ വരുമ്പോൾ, മഴയും വേലിയേറ്റവും ഒരുമിച്ച് വന്നാൽ പശ്ചിമ കൊച്ചിയിൽ വെള്ളം കയറും. അതൊരു സ്ഥിരം കാഴ്ച തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങളില്ല. KSRTC ബസ് സ്റ്റാൻഡ് പതിവ് പോലെ വെള്ളത്തിനടിയിൽ തന്നെയാണ്. അത് വെള്ളം ഇറങ്ങാൻ കുറച്ചുകൂടി സമയമെടുക്കും. മഴ നന്നായി മാറി നിന്നാലേ അവിടെ വെള്ളം ഇറങ്ങുകയുള്ളൂ. മൂലേപ്പാടത്ത് കളമശ്ശേരിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ സ്ഥലമായിരുന്നു. അവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പ്രശ്നങ്ങളില്ല. അതോടൊപ്പം വട്ടേക്കുന്നം ആ പ്രദേശത്തും പ്രശ്നങ്ങളില്ല. കാക്കനാട് കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥലത്തും നിലവിൽ പ്രശ്നം മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഭീഷണി, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത്, ഇന്ന് വാഴക്കാല ഭാഗത്ത് ഈ മെട്രോയുടെ പണി ഉമാ തോമസ് MLA നേതൃത്വത്തിൽ ജനങ്ങൾ ഇറങ്ങി തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ പറയുന്നത് ഈ മെട്രോ പണി നടക്കുന്നതിനാൽ വെള്ളം ഒഴുകി പോകുന്നില്ല. അവിടെ കല്ലും മണ്ണും കൂടി നിന്ന് അവിടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. മഴക്കാലം കഴിയും വരെ പണി നിർത്തിവെക്കണം, അതാണ് അവരുടെ ആവശ്യം. എന്തായാലും അതിന്മേൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിർത്തിവെക്കുമോ എന്നുള്ള കാര്യം പിന്നീട് അറിയേണ്ടതാണ്. നിലവിൽ വെള്ളക്കെട്ടില്ല. ശരി, കൊച്ചിയിൽ ഇപ്പോൾ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആശ്വാസത്തിന്റേതാണ് ഈ മണിക്കൂറുകൾ. നിലവിൽ വെള്ളക്കെട്ടില്ല. പക്ഷേ അതിശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.